الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम फरमाते हैं कि इस्लामी तालीम ഹസരത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, इस्लाम के हिस्से ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് या यूं कह ഇസ്ലാം മതത്തിന് कि ये तालीम രണ്ട് ഭാഗം മാത്രമാണുള്ളത്. बड़े മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ അധ്യാപനം अव्वल രണ്ട് വലിയ को जानना ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. मौजूद है ഒന്ന്, और उससे मोहब्बत करना, ഏകദൈവത്തെ അറിയുക. की इताअत में ഒരു സംഭവത്തിൽ വന്നിരിക്കുന്നത് പോലെ अपने वजूद അവനെ സ്നേഹിക്കുക. जैसा कि शर्त അവനോടുള്ള യഥാർത്ഥ അനുസരണത്തിൽ इताअत और मोहब्बत है। തന്റെ സത്തയെ ഏൽപ്പിക്കുക. ये है कि उसके അനുസരണത്തിന്റെ നിബന്ധന അനുസരിച്ച് अपने तमाम ആയിരിക്കണം അത്. खर्च करना രണ്ടാമത്തെ ലക്ഷ്യം और बादशाह അവന്റെ ദാസരോടുള്ള സേവനത്തിലും तक അനുകമ്പയിലും തന്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുക. और एहसान के साथ ഔദാര്യം ചെയ്യുന്ന രാജാവ് തൊട്ട് താഴേക്കടയിലുള്ള ഏതൊരു മനുഷ്യനായാലും അവരോട് നന്ദിയോടെയും ഔദാര്യത്തോടെയും പെരുമാറുക. വീണ്ടും ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഹുക്കൂക്കുള്ള, രണ്ട് ഹുക്കൂക്കുൽ ഇബാദ്. ഹക്കുല്ല बाकी मखलूक से എന്ന് വെച്ചാൽ അള്ളാഹുവിനോടുള്ള അനുസരണം നിർബന്ധമായി ഗണിക്കുക. ഹുക്കൂക്കുൽ ഇബാദ് എന്നത് ദൈവസൃഷ്ടികളോട് അനുകമ്പ കാണിക്കുക എന്നതാണ്. മതഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുക എന്നത് ശരിയായ മാർഗമല്ല. ഇതുപോലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ലിഖിതങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് തിരിക്കുന്നതായിട്ടുണ്ട്. अपनी कुतुब और मलफूजात ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാം തന്റെ രചനകളിലും और यही हुकूक മൽഫൂസാത്തുകളിലും അവ വിവരിച്ചിട്ടുണ്ട്. कायम करने की तालीम है ഈ ഹുക്കൂക്കുല്ലായും ഹുക്കൂക്കുൽ ഇബാദും जिसकी दुनिया को നിലനിർത്താനുള്ള അധ്യാപനമാണ് अच्छी तालीम है ഇന്ന് ലോകത്തിന് ആവശ്യം. दुनिया के सामने पेश करते हैं। ലോകത്തിനു മുമ്പാകെ നാം വെക്കുന്ന അധ്യാപനങ്ങളും ये तालीम ഇവ തന്നെയാണ്. की അപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു പോകുന്നു. और ഇസ്ലാമിക അധ്യാപനങ്ങൾ മറ്റു വിശദാംശങ്ങളും വിവരങ്ങളും അവതരിപ്പിക്കുമ്പോൾ पेश की जाती हैं, मजीद जुज़ियात में जाकर बयान किया जाता है तो सुनने वालों की हैरानी और भी ज्यादा हो जाती है, क्योंकि കേൾക്കുന്നവരുടെ ആശ്ചര്യം കൂടുകയാണ് ചെയ്യുന്നത്. मुस्लिम दुनिया ने എന്തുകൊണ്ടെന്നാൽ इस्लाम की तरफ से പൊതുവായി इस्लाम के बारे में അമുസ്ലിം ലോകം ഇസ്ലാം വിരോധികളിൽ നിന്നും इस्लाम അതിനെ സംബന്ധിച്ച് ഇതേ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. और हुकूक को गसब करने അതായത് ഇസ്ലാം ഭീകരതയുടെയും അവകാശ ധ്വംസനത്തിന്റെയും മതമാണ് എന്ന്. मुसलमान ग्रोहों के अमली नमूने തങ്ങളുടെ തെളിവെന്നോണം पेश करते हुए बयान करते हैं। മുസ്ലിം ഗ്രൂപ്പുകളിലെ പ്രവർത്തന മാതൃക ചൂണ്ടിക്കാട്ടിയാണ് അവതരിപ്പിക്കുന്നത്. खा रहे हैं ദുർഭാഗ്യവശാൽ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വ്യക്തികൾ जब इस्लामी तालीम की हकीकत അത്തരം മാതൃകയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത മാതൃകയിൽ നിന്നും ഖുലഫായ റാഷിദീന്റെയും സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിമിന്റെയും മാതൃകയുടെ വെളിച്ചത്തിലും അവതരിപ്പിക്കുകയാണെങ്കിൽ और जब ये അവർക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുന്നതാണ്. इस तालीम के ഈ അധ്യാപനം നടപ്പാക്കാൻ ഇക്കാലത്ത് അള്ളാഹു വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിനെ मसीह मौऊद अलैहिस्सलाम അയച്ചിരിക്കുന്നുവെന്നും അഹമ്മദിയ ജമാഅത്ത് അതാണ് പ്രചരിപ്പിക്കുന്നതും പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും പറയുകയാണെങ്കിൽ कोशिश भी करती है। ലോകത്തിന്റെ तो दुनिया की तवज्जो ശ്രദ്ധ ജമാഅത്തിലേക്ക് തിരിയുന്നതാണ്. मैंने देखा है कि मुखालिफ से मुखालिफ ഞാൻ കണ്ടിട്ടുണ്ട് जब आसन रंग में ഏറ്റവും വലിയ ശത്രുക്കളുടെ മുമ്പാകെ പോലും जाए ഈ അധ്യാപനം വെക്കുകയും अमली नमूने से പ്രവർത്തന മാതൃകയിലൂടെ
അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയുമാണെങ്കിൽ ഒരു അസാധാരണ പ്രഭാവം ജനങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഏതായാലും ഈ അധ്യാപനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു പകരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദിയ ജമാഅത്ത് അയർലൻഡിന്റെ ആദ്യ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും എന്റെ ജുമാ ഖുതുബ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം സംഘടിപ്പിച്ചിരുന്ന റിസപ്ഷൻ പ്രോഗ്രാം ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ഞാൻ ഈ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പൊതുവെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാറ്. മറ്റുള്ളവരിൽ അസാധാരണ സ്വാധീനവും അത് ചെലുത്തുന്നുണ്ട്. അവിടെ ഗാൽവേ അയർലൻഡിൽ വന്നിരുന്ന അതിഥികൾ അവരും പ്രഭാവിതരാവുകയുണ്ടായി. അതുകൂടാതെ പ്രസ് ഇന്റർവ്യൂസ്, രാഷ്ട്രീയക്കാർ, വിദ്യാസമ്പന്നരുമായവരുമായി ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. അവരിലും നല്ല സ്വാധീനമാണ് ഉണ്ടായത്. അത് ഓരോരുത്തരും പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഐറിഷ് ജനങ്ങളുടെ ഒരു പ്രത്യേകത, അവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും തുറന്നു പറയുന്നവരാണ് എന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഇഷ്ടമായില്ലെങ്കിൽ അവർ നിശബ്ദരാകും. അനാവശ്യമായ പുകഴ്ത്തലുകൾ അവർ നടത്താറില്ല എന്ന് ഞാൻ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് ചിലരുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത് കാണുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിയുകയും അതിനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അഹമ്മദത്തിനെ പരിചയപ്പെടുത്താനും യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുമായി അള്ളാഹു എപ്രകാരമാണ് അവസരങ്ങൾ ഒരുക്കുന്നത്. അയർലൻഡിലെത്തിയ അടുത്ത ദിവസം ജമാഅത്ത് പാർലമെന്റ് ഹൌസിൽ സ്പീക്കറുടെയും ചില പാർലമെന്റ് അംഗങ്ങളുടെയും കൂടെ ഒരു മുലാഖാത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. വളരെ നല്ല അന്തരീക്ഷത്തിലാണ് അത് നടന്നത്. അയർലൻഡിലെ നാഷണൽ പാർലമെന്റിലെ സ്പീക്കറുമായി മുലാഖാത്ത് നടന്നു. വളരെയധികം സ്നേഹമുള്ള, മനുഷ്യകുലത്തോട് അനുകമ്പയോടുകൂടി വർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നീതിഷ്ഠയുള്ള വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ജമാഅത്തിനെ എനിക്ക് പരിചയമുണ്ട്. താങ്കളുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ വിലമതിക്കുന്നു. ഈ ജമാഅത്ത് ഇവിടെ ചെറുതാണെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ആക്റ്റീവാണ്. അദ്ദേഹം തന്നെപ്പറ്റി ആഫ്രിക്കയിലെ റവാൻഡയിൽ വളരെ മോശമായ സ്ഥിതിയിലുള്ള അവിടെയും താൻ പോയിരുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹവുമായി സംഭാഷണം നടന്നു. ആഫ്രിക്കയിൽ ജമാഅത്ത് നടത്തുന്ന സേവനങ്ങളെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സ്കൂളുകളും ആശുപത്രികളും പാവങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുന്നതിനെ പറ്റിയും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഞാൻ പറഞ്ഞു. ഇതെല്ലാം യാതൊരു ജാതിമത വകഭേദവുമില്ലാതെയാണ് നടക്കുന്നത്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഞാൻ അദ്ദേഹത്തോട് നമ്മുടെ സ്കൂളുകളിൽ മതവിജ്ഞാനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇതിൽ സ്വാതന്ത്ര്യമുണ്ട്, നിർബന്ധമില്ല. ഓരോ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ തങ്ങളുടെ മതത്തിന്റെ അധ്യാപനങ്ങൾ നേടാവുന്നതാണ്. ബൈബിൾ വിജ്ഞാനവും നൽകുന്നുണ്ട്. ഇത് കേട്ട സ്പീക്കർ ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തെന്നാൽ ക്രിസ്ത്യൻ മിഷൻ സ്കൂളുകൾ നിർബന്ധപൂർവം ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പോലും നിർബന്ധപൂർവം അത് പഠിക്കേണ്ടതായി വരുന്നു. ഇത് കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് അത്ഭുതകരമായ ഒന്നായിരുന്നു. അദ്ദേഹം സ്വയം ഇതും കൂടി പറഞ്ഞു, അതായത് ചില സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിന് ക്രിസ്തുമതത്തെ ഉത്തരവാദിയാക്കാറില്ല.
അദ്ദേഹം പറഞ്ഞു, ഇതാണ് വ്യത്യാസം. का इजहार हो रहा है दुनिया में। മുസ്ലിങ്ങളോട് ईसाईयत सिर्फ से അനീതിപരമായ ഒരു സമീപനമാണുള്ളത്. बदनाम नहीं किया जाता, लेकिन एक मुसलमान अगर कोई गलती करता है या जुल्म करता है तो इस्लामी तालीम को बदनाम करने की कोशिश की जाती है। ഒരു ക്രിസ്തുമത വിശ്വാസത്തിൽ നിന്നും വല്ല തെറ്റും സംഭവിച്ചാൽ ക്രിസ്തുമതത്തെ ആരും അപമാനിക്കുന്നില്ല. എന്നാൽ ഒരു മുസ്ലിം തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അക്രമം ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞത് അദ്ദേഹം ശരിവെച്ചു. കാരണം ഇതേ നിലപാട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റേത്. അതുപോലെ ഏതാണ്ട് 20 പാർലമെന്റ് അംഗങ്ങളുമായി മുലാഖാത്ത് നടന്നു. അവിടെ നമ്മുടെ പാർലമെന്റ് മെമ്പർ MN കെയ്ൻ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം ജമാഅത്തി പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയുണ്ടായി. അദ്ദേഹം ജമാഅത്തിനെ അറിയുന്ന ആളാണ്. അവിടെ കുറച്ച് ചോദ്യങ്ങളും ഉണ്ടായി. മറുപടി എന്നോണം ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനവും ആ കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ ഞാൻ അവരോട് സംസാരിക്കുകയുണ്ടായി. രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നത് ഒരുപക്ഷെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തങ്ങളെ മറ്റു മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് കാണിക്കാൻ ശ്രമിക്കുകയായിരിക്കാം എന്നാണ്. അവസരം ലഭിക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച് സംസാരിക്കാം എന്ന് അവർ കരുതുന്നു. എന്നാൽ ഇതിലേക്ക് അവർ അടുക്കുന്നില്ല എന്നതാണ് ശരി. ഒരു വ്യക്തി ഇതുപോലെ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അഥവാ അനഹമ്മദി പണ്ഡിതന്മാരോ അവരുടെ നേതാക്കന്മാരുമായോ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കട്ടെയോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്നും തയ്യാറാണ്. അത്തരം പ്ലാറ്റ്ഫോം നിങ്ങളെപ്പോലുള്ളവർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. എന്നാൽ എനിക്കറിയാം അവർ വരില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ BBC ഒരു പ്രോഗ്രാം നടത്തേണ്ടതായിരുന്നു. നമ്മുടെ യുവ സംഘടനയിലെ ഒരു അംഗം അദ്ദേഹത്തെ അവർ വിളിച്ചു. തങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ കേൾക്കാമല്ലോ, അനഹമ്മദികളായ മറ്റുള്ളവരുടെയും കാര്യങ്ങൾ കേൾക്കാമല്ലോ എന്നവർ പറഞ്ഞു. എന്നാൽ അഹമ്മദി അവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അനഹമ്മദികൾ വരാൻ കൂട്ടാക്കിയില്ല. ഇതാണ് അവരുടെ അവസ്ഥ. അവർക്കറിയാം സത്യത്തിൽ അവരുടെ അടുക്കൽ ഒന്നുമില്ല എന്ന്. അവരുടെ പക്കലുള്ളതിന്റെ എല്ലാം അടിസ്ഥാനം കളവാണ്. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സംഭാഷണം നടന്നു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു, തൃപ്തിയാവുകയും ചെയ്തു. പിന്നെ വർഗീകരണത്തെ സംബന്ധിച്ചും അദ്ദേഹം ചോദിച്ചു, എന്താണ് ഷിയ സുന്നി, ഇതൊക്കെ എന്താണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യഹൂദികളും ക്രിസ്ത്യാനികളും പല സംഘങ്ങളായി തിരിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇസ്ലാമിലുള്ള ഈ ഫിർക്കകൾ. ഈ ഫിർക്കകളെ സംബന്ധിച്ച പ്രവചനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ അടിസ്ഥാനവും ഇതാണ്. എന്തെന്നാൽ വരാനിരിക്കുന്ന വ്യക്തി ഈ ഫിർക്കകളെ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ടായിരുന്നു. ഇതാണ് അഹമ്മദിയ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമാണ് ചെലുത്തിയത്. അതിൽ ചിലർ റിസപ്ഷനിലും വന്നിരുന്നു. പള്ളിയിൽ നടന്നിരുന്ന റിസപ്ഷനിൽ ജുമാ ദിവസം ഏതാണ്ട് 100-ലധികം അതിഥികൾ ഉണ്ടായിരുന്നു. 5 പാർലമെന്റ് അംഗങ്ങളും 2 സെനറ്റർ ഉണ്ടായിരുന്നു. സിറ്റി കൌൺസിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ചീഫ് സൂപ്രണ്ട് ഗാൽബെ പോലീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാൽബയുടെ പ്രതിനിധിയായിരുന്നു. കൌൺസിലേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. വിവിധ ആളുകൾ വന്നിരുന്നു. എന്തായാലും ഒരു നല്ല ചുറ്റുപാടിലാണ് ഈ റിസപ്ഷൻ നടന്നത്. ഒരു അതിഥി രാഷ്ട്രീയക്കാരനായിരുന്നു, ജോൺ റാബിറ്റ്. അദ്ദേഹം ഈ ഫംഗ്ഷന് ശേഷം പറയുകയുണ്ടായി, ഇന്നത്തെ പരിപാടി എന്നെ ഉന്നതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഖലീഫ തിരുമനസിന്റെ പ്രഭാഷണത്താൽ ഞാൻ പ്രഭാവിതനാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാട് ഉടനടി മാറുകയുണ്ടായി. പറയുന്നു, സൗദി അറേബ്യയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് അവൻ എന്നോട് പറയുന്നതിന് തികച്ചും വിപരീതമായാണ്, വളരെ മനോഹരമായ ഇസ്ലാമിനെയാണ് കാണാൻ സാധിച്ചത്. താങ്കളുടെ കാര്യങ്ങൾ കേട്ടതിനു ശേഷം എനിക്ക് മനസ്സിലായി, ഇസ്ലാം ശരിക്കും സമാധാന സമ്പൂർണവും സ്നേഹവും സഹിഷ്ണുതയും അനുകമ്പയും ഉൾക്കൊള്ളുന്ന മതമാണ് എന്ന്. ഡെപ്യൂട്ടി മേയർ ഗാൽബെ പറഞ്ഞു,
വിവിധ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇദ്ദേഹത്തിന്റെ വിവരണം വളരെ സുദീർഘമാണ്, ഞാൻ കുറച്ച് മാത്രം ഞാൻ പറയാം. कहते हैं कि मुख्तलिफ अकायद से ताल्लुक പറയുന്നു, को एक जगह जमा होते देखना വിവിധ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ है कि आयरलैंड और बिलखुसूस गाल्बे शहर ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് കാണുക വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇസ്ലാമിനെ इस्लाम की അയർലൻഡ് പ്രത്യേകിച്ചും ഗാൽബ പട്ടണം സ്വാഗതം ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത്. वाले भी खुश आमदीद कहते हैं. ആയതിനാൽ ഇതാണ് ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനം. എതിരാളികളായ മറ്റു മതക്കാരും ഇതിനെ സ്വാഗതം ചെയ്യുന്നു. माइकल पीकेट ने कहा ഡെപ്യൂട്ടി സ്പീക്കർ നാഷണൽ പാർലമെന്റ് तकलीफ थी മൈക്കിൾ പറഞ്ഞു, और വളരെ മനോഹരമായ പരിപാടിയായിരുന്നു ഇത്. कहा कि मोहब्बत और अमन के बारे में ये खिताब मेरे लिए बहुत हौसला अफजा है എന്റെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു, और इस खिताब സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് है. ഈ പ്രഭാഷണം എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുകയുണ്ടായി. സ്നേഹ സന്ദേശം എത്രമാത്രം ശക്തിമത്താണ് എന്ന് ഈ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. से बहुत मुतासर हुआ हूँ. ഒരു അതിഥി പരിപാടിയിൽ പറഞ്ഞു, दीगर अहबाब तक पहुंचाऊंगा. വളരെ സന്തോഷവനാണ്, താങ്കളുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വളരെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ്. मैं कहना മറ്റൊരു അതിഥി कहते ഡെഡ്രി हैं बैकग्राउंड से മെക്കാന പറയുന്നു, तो एक जगह मुतहद देखकर मुझे बहुत खुशी हुई. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. और आयरलैंड ഇന്നത്തെ പരിപാടി നമ്മുടെ സമൂഹത്തിൽ വിശാല മനസ്കതയ്ക്ക് തുടക്കം കുറിക്കുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അയർലൻഡിലെ എല്ലാവരും ഇതിന്റെ ഭാഗമായി തീരട്ടെ. जिंदगी गुजारना सीखें. പോസിറ്റീവായ ബന്ധങ്ങൾ मुस्तकबिल की बुनियाद पर പരസ്പരം കെട്ടിപ്പടുത്തുകൊണ്ട് ജീവിക്കാൻ നാം പഠിക്കാൻ വേണ്ടി रसूल तालीम जो जमात അയർലൻഡിന് അതുമൂലം നല്ല ഭാവി കൈവരുമാറാകട്ടെ. करती है कि वो ജമാഅത്ത് അവതരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളാണിവ. ഈ അധ്യാപനങ്ങൾ അവലംബിക്കുന്നതിലേക്ക് മറ്റുള്ളവരും നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. ने कहा മറ്റൊരു അതിഥി പറഞ്ഞു, कि कोई शक नहीं कि आजकल लोग बहुत खौफजदा हैं इस्लाम से, मगर इस तकरीब ने हम सब ഇക്കാലത്ത് ജനങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിഭ്രാന്തിയിലാണെന്നതിൽ യാതൊരു സംശയമില്ല. हमें इस्लाम എന്നാൽ ഈ പരിപാടി നമുക്ക് മതപരമായ जो हम सब സഹിഷ്ണുതയുടെ പാഠമാണ് നൽകിയിരിക്കുന്നത്. की तकरीब से हमने बहुत कुछ सीखा है. ഖലീഫ നമുക്ക് ഇസ്ലാമിനെയും ഖുറാനെയും സ്നേഹസമ്പൂർണമായ एक मेहमान അധ്യാപനങ്ങൾ അനുസരിച്ച് ബോധവാന്മാരാക്കി. നമുക്കെല്ലാവർക്കും തൃപ്തികരമായിരുന്നു അത്. के ഇന്നത്തെ പരിപാടിയിൽ നാം ഒരുപാട് പഠിച്ചു. പിന്നെ ഒരു അതിഥി ജോൺ മക്ലീൻ തന്റെ പ്രഭാഷണത്തെ പറ്റി പറയുന്നു, बाज बहुत ही अहम अमूर का जिक्र किया और कहते हैं कि हर शख्स വളരെ ഗൗരവമേറിയ വിഷയത്തെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. था പറയുന്നു, असर दिखाई दिया ഖലീഫയുടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന कि खलीफा ने अपने खिताब ഓരോ വ്യക്തിയും വളരെയധികം പ്രഭാവിതരായി കാണപ്പെട്ടു. മുസ്ലിം ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഭിന്നതകളെക്കുറിച്ച് ഖലീഫ പറഞ്ഞതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. और इसी तरह इस्लामी तालीमात की हकीकी तालीमात का पता लगना बहुत सारे ഇതുപോലെ ये कमेंट्स हैं. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചാൻ സാധിച്ചു എന്ന് പറയുന്ന खिताब ഒരുപാട് കമന്റ്സുകളുണ്ട്. ഒരു കമന്റ് ഇപ്രകാരമാണ്, ഈ പ്രഭാഷണം തത്വജ്ഞാന നിർഭരവും ഹൃദയസ്പർശിയുമായിരുന്നു. थी मेहमान कहती हैं जो अमन का पैगाम दिया है और जिहाद അതിഥിയായ ഒരു സ്ത്രീ പറഞ്ഞു, इससे मैं बहुत मुतासर हुई हूँ. ഇവിടെ നൽകപ്പെട്ട സമാധാന സന്ദേശം അതുപോലെ തന്നെ ജിഹാദിനെ കുറിച്ചുള്ള വിശദീകരണം ഇതെന്നെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ്. यहाँ आकर इस्लाम के मुतल्लिक़ പള്ളിയുടെ പേര് തന്നെയും സമൂഹത്തിൽ ഒരു ഐക്യദാർഢ്യം സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പുതിയ രീതിയിലുള്ള അവബോധമാണ് ഉണ്ടായിരിക്കുന്നത്. कहते हैं कि अल्लाह करे कि आप ഗോൽബ കൗണ്ടിയിലെ കൗൺസിലർ ടോം ഹേലി പറയുന്നു, रसूल करीम सल्लल्लाहु താങ്കളുടെ സന്ദേശം अलैहि वसल्लम बने. ये ईसाई അള്ളാഹു ഈ ലോകത്ത് എല്ലായിടത്തും വ്യാപിപ്പിക്കുകയും നിങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അംബാസിഡർ ആവുകയും ചെയ്യുമാറാകട്ടെ. ഈ ക്രിസ്ത്യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയാണോ ചെയ്യുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്യുന്നത്? നോക്കുക. की डिप्टी प्रिंसिपल थी. कहती ഇനി അതിഥിയായ മറ്റൊരു സ്ത്രീ, അവർ എഡ്യൂക്കേഷൻ ഫോർമേഷന്റെ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ആയിരുന്നു. അവർ പറയുന്നു, और इस खिताब से ഈ പള്ളിയുടെ പേര് മറിയം എന്ന് വെച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. और कुरान करीम में हज़रत मरियम अलैहिस्सलाम ഇസ്ലാമിൽ മറിയമ്മിന്റെ സ്ഥാനം എന്താണെന്ന് ഈ പ്രഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. बहुत दिलकश नुक्ता है जो उन तमाम വിശുദ്ധ ഖുർആൻ आना चाहिए. മറിയമ്മിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട
മനോഹരമായ പോയിന്റാണിത്. ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്കത്ര അറിവില്ലായിരുന്നു. എന്നാൽ ഖലീഫ തിരുമനസിന്റെ പ്രഭാഷണം എന്നിൽ വളരെ നല്ല സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. ഒരു പത്രപ്രവർത്തകയായ സ്ത്രീയും വന്നിരുന്നു, मैं इस्लाम से बिल्कुल वाकिफ न थी। മിസ്സിസ് ബർത്ത. അവർ പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് ഇതിനു മുമ്പ് എനിക്ക് ഒരു അറിവുമുണ്ടായിരുന്നില്ല. खुतबा जुमा और मस्जिद ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ മസ്ജിദ് മറിയമിലാണ് ചെലവഴിച്ചത്. ഖലീഫത്തുൽ മസീഹിന്റെ മസ്ജിദ് മറിയമിനെ अमन का मजहब है। സംബന്ധിച്ച് അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ജുമാ ഖുതുബയും കേട്ടു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇസ്ലാം ശാന്തിയുടെ മതമാണ് എന്നാണ്. അഹമ്മദികൾ എത്രമാത്രം സത്പ്രകൃതക്കാരാണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആയതിനാൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന മാതൃകളാണിവ. ഈ മാതൃകളാണ് നാം കാണിക്കേണ്ടത്. ഒരു ഐരിഷ് സ്ത്രീ പറയുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ച് അധികമൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. വാർത്തകളിൽ മാത്രം പരിമിതമായ അറിവ് എനിക്കുണ്ടായിരുന്നുള്ളൂ, അതായത് ചാവേർ ബോംബ് സ്ഫോടനവും ഭീകരവാദവും. എന്നാൽ ഖലീഫ പറഞ്ഞ ഇസ്ലാം അതത്രയും വ്യത്യസ്തമാണ്. ഇസ്ലാം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും മനോഹരമായ സന്ദേശമാണ് നൽകുന്നത്. एक मेहमान जो काउंसलर भी थे हैं कहते हैं कि यहाँ आने से पहले मैं समझता था കൗൺസിലറായ ഒരു അതിഥി പറയുന്നു, बिल्कुल ऐसे जिस तरह ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയാണ് എന്നാണ്. മീഡിയയിൽ കാണുന്നത് പോലെ മുസ്ലിങ്ങൾ ഭീകരവാദം നടത്തുകയാണ്, അക്രമം നടത്തുകയാണ്. बिलखुसूस अमन के എന്നാൽ കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം എന്നെ വളരെയധികം സ്വാധീനിച്ചു. പ്രത്യേകിച്ചും സമാധാന സന്ദേശമായ എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. तेज की वो तबलीग करते हैं। പറയുന്നു, आजकल इस पर അഹമ്മദിയ ജമാഅത്ത് എന്തൊന്നാണ് പ്രചരിപ്പിക്കുന്നത്, बताने की जरूरत है कि इस्लाम में एक जमात ऐसी भी है അതവർ പ്രയോഗവൽക്കരിക്കുന്നവരുമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തിന് ഈ സന്ദേശം എത്രയും അനിവാര്യമാണ്. സമാധാന സന്ദേശം മാത്രം വിചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഇസ്ലാമിലുണ്ട് എന്ന് ലോകത്തോട് പറയേണ്ടതുണ്ട്. ആയതിനാൽ എവിടെയൊക്കെ സന്ദേശം കേൾക്കുന്നുവോ സന്തോഷിക്കുകയല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഒരു കൗൺസിലറായ സ്ത്രീ പറഞ്ഞു, तो हर शख्स कुछ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നപ്പോൾ खलीफा ने अपने खिताब में इस बात का जिक्र कर दिया ഞങ്ങളിൽ എല്ലാവർക്കും ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. इस्लाम के मुतालिक എന്നാൽ ഖലീഫ തന്റെ പ്രഭാഷണത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് ഇവിടെ ചിലർ ഇസ്ലാമിനെ കുറിച്ച് പരിഭ്രാന്തിയും ആശങ്കയും വെച്ചു പുലർത്തുന്നവർ ഉണ്ടാകാമെന്ന് പറഞ്ഞപ്പോൾ, ഖലീഫ ഇത് പറഞ്ഞ ഉടനെ എല്ലാവർക്കും തൃപ്തി കൈവന്നു. അങ്ങനെ വളരെ ശാന്തരായിക്കൊണ്ട് എന്റെ പ്രഭാഷണം ശ്രവിച്ചു. बारी सहाफी कहते हैं कि ये खिताब ഒരു പത്രപ്രവർത്തകൻ പറയുന്നു, मजबूर करता है। ഈ പ്രഭാഷണം में इन्होंने എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. अहमियत की वजाहत പറയുന്നു, അദ്ദേഹം പ്രസംഗത്തിൽ ഇസ്ലാം അഹമ്മദിയത്ത് എന്താണെന്ന് വ്യക്തമാക്കുകയുണ്ടായി. की अमन मोहब्बत और പറയുന്നു, ചില ഉഗ്രവാദികൾ അതിനെ വികൃതമാക്കിയിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ഇസ്ലാമിന്റെ സമാധാനം സമ്പൂർണമായ ഈ അധ്യാപനങ്ങളെ അവതരിപ്പിക്കുകയുണ്ടായത്. ഈ പ്രസംഗം തെളിവോടുകൂടിയതും വ്യക്തവുമായിരുന്നു. 11 साल से जमात को जान ഇത് കേട്ടപ്പോൾ അറിവ് ഒരുപാട് വർദ്ധിച്ചു. प्रोग्राम्स भी करती है जमात। പറയുന്നു, കഴിഞ്ഞ 11 വർഷമായി എനിക്ക് ജമാഅത്തിന് പരിചയമുണ്ട്. उनका ये ख्याल മതാന്തരീയ പരിപാടികളും ജമാഅത്ത് സംഘടിപ്പിക്കാറുണ്ട്. दिखाने के लिए लोग करते हैं। असल तरीका എന്നാൽ ഇദ്ദേഹം വിചാരിച്ചിരുന്നത് അവിടുത്തെ ആൾക്കാർ ഒരുപക്ഷെ കാണിക്കാൻ വേണ്ടിയായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ്. जमात के बारे में എന്നാൽ ഇവരുടെ ശരിയായ അധ്യാപനം മറ്റൊന്നായിരിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. जो आयरलैंड कौमी असेंबली के मेंबर എന്നാൽ മുലാഖാത്ത് ചെയ്യുകയും ഇതൊക്കെ കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ജമാഅത്തിനെ പറ്റി മതിപ്പ് കൂടുകയാണ് ചെയ്തത്. पहले तो शुक्रिया ഒരു അതിഥിയായ സ്ത്രീ कहती हैं अपने हल्के में बहुत അയർലൻഡ് അസംബ്ലിയിലെ മെമ്പറാണ്. അവർ പറയുന്നു, അവർ ആദ്യം നന്ദി പറയുകയാണ്. പറയുന്നു, पता पर ये अहमदी सारे എനിക്ക് ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. मुआशरे में बड़ा किरदार अदा പ്രാദേശിക തലത്തിൽ ഈ അഹമ്മദികൾ എല്ലാവരും തന്നെ വളരെ സജീവമാണ്. हमें देती है। നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ പങ്കാണ് ഇവർക്കുള്ളത്. ജമാഅത്തിന്റെ സ്ത്രീ സംഘടനയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. तंजीमों को देना चाहिए, हर तंजीम की तरफ से, जमात की तरफ से भी। എന്തായാലും ചാരിറ്റി നൽകേണ്ടതാണ്. എല്ലാ സംഘടനകളും നൽകണം, ജമാഅത്തിന്റെ ഭാഗത്തുനിന്നും നൽകേണ്ടതാണ്. ഇതുമൂലം ജമാഅത്തിന്റെ പരിചയം അത് കൂടുതൽ നമുക്ക് സാധ്യമാകുന്നതാണ്, പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ജമാഅത്തിനെ കുറിച്ചുള്ള പരിചയം കൂടുമ്പോൾ തബ്ലീഗിനുള്ള സന്ദർഭവും കൈവരുന്നതാണ്. चीफ सुप्रिटेंडेंट थे, कहने लगे ഇനി ഗാൽബിയുടെ പോലീസ് ചീഫ് സൂപ്രണ്ട് അദ്ദേഹം പറയുന്നു, और ഇതിൽ പങ്കെടുക്കുക എന്നത് എനിക്കൊരു ബഹുമതിയാണ്. बखूबी इल्म है कि इस्लाम अहमदियत शिद्दत पसंदी पर यकीन नहीं रखते അഹമ്മദിയത്തെ വിഭാവനം ചെയ്യുന്ന ഇസ്ലാം और दूसरे मजहब को जो
ഭീകരവാദം ഇഷ്ടപ്പെടുന്നില്ലെന്ന കാര്യം എനിക്ക് നന്നായി അറിയാം. ये तालीम यही वजह है യഥാർത്ഥ ഇസ്ലാം അത് മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ നോക്കിക്കാണണമെന്ന പാഠമാണ് നൽകുന്നത്. അഹമ്മദിയ പ്രസ്ഥാനം ഈ പള്ളിയുടെ പേർ ഹസ്രത്ത് മറിയം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ വെച്ചതും മറ്റൊന്നും കൊണ്ടല്ല. फिर कहते हैं कि मैं പറയുന്നു, इस बात पर खुश हूं कि आपने गालिब शहर का इंतखाब किया. താങ്കൾ ഗാൽവെ പട്ടണം ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വീണ്ടും പറയുന്നു, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് എല്ലാ നിലയിലുള്ള സംരക്ഷണവും നൽകപ്പെടുന്നതായിരിക്കും पाकिस्तान ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി. हमारी मस्जिद ആയതിനാൽ जा रहा है പാകിസ്ഥാനിലും മറ്റു രാജ്യത്തും നമ്മുടെ പള്ളികളെ നശിപ്പിക്കുകയാണ്. इस्लाम के नाम पर हो रहा है. और ईसाई ഇതെല്ലാം നടക്കുന്നത് ഇസ്ലാമിന്റെ പേരിലുമാണ്. कि आपने अपने എന്നാൽ ക്രിസ്ത്യൻ രാജ്യം അഭിമാനം കൊള്ളുന്നത് मस्जिद बनाने का ഞങ്ങളുടെ പട്ടണത്തെ പള്ളി പണിയാൻ നിങ്ങൾ തിരഞ്ഞെടുത്തല്ലോ എന്നതിലാണ്. इस बात का इजहार कर रहे हैं कि हर एक को इबादत का हक है. इंडोनेशिया में पाकिस्तान में ഓരോ വ്യക്തിക്കും ആരാധന സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്തോനേഷ്യയിലും പാകിസ്ഥാനിലും മറ്റിടങ്ങളിലും പോലീസിന്റെ മേൽനോട്ടത്തിൽ ഭീകരത നടമാടുകയാണ്. पुलिस के अफसरान कह रहे हैं ഈ രാജ്യങ്ങളിലാണെങ്കിൽ, ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോലീസ് ഓഫീസർമാർ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണം നൽകാൻ പരിശ്രമിക്കുന്നതാണ് എന്നാണ്. उनको इन लोगों ने अपना लिया. ഈ ഗുണങ്ങൾ, ഇസ്ലാമിന്റെ ഉദാത്തമായ ഗുണങ്ങൾ അവലംബിക്കുന്നത് ഇക്കൂട്ടരാണ്. मेहमान അധിക മുസ്ലിങ്ങളും ഇക്കാര്യം വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. शहजादान अहमद साहब ഒരു അതിഥി, അത് രാഷ്ട്രീയക്കാരനാണ്. 1989 में पहली मरतबा बतौर सेनेटर इनका इंतखाब हुआ. मिनिस्टर ऑफ स्टेट भी रह चुके हैं. 1989 സെനറ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. कम्युनिटी और സ്റ്റേറ്റിന്റെ മന്ത്രിയുമാണ് ഇദ്ദേഹം. 2002 മുതൽ 2010 വരെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റിയുമായിട്ടുണ്ട്. 2010 മിനിസ്ട്രി ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷനായി. അദ്ദേഹം പറയുന്നു, बुनियाद रखने की तकरीर में शमूलियत का भी मौका मिला. 2010 എനിക്ക് हो रही है कि आज यही मस्जिद मुकम्मल हो गई और मैं इफ्तार के लिए भी आया हूँ. ഈ പള്ളിയുടെ ഫൗണ്ടേഷൻ വെക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഇന്ന് ഈ പള്ളി പൂർത്തിയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനത്തിനും വരാൻ പറ്റി. ജമാഅത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ അധ്യാപനം किया है कि ये जमात अपने आला मकासद के मुताबिक ही काम എന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുകയാണ്. പറയുന്നു, ഈ ജമാഅത്ത് എപ്പോഴും തന്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴും അത് തെളിയിച്ചിരിക്കുന്നു. ലോകമത സമ്മേളനം നടത്തിക്കൊണ്ട് വിവിധ മതങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കാൻ ഈ പ്രസ്ഥാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ईसाई थे. ഞാൻ പ്രഭാവിതനാണ്. मिस्टर फिंटन साहब आए പള്ളിയുടെ സൗണ്ട് സിസ്റ്റത്തിന് ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥനായ മിസ്റ്റർ ഫിൽട്ടൺ സാഹിബ് വന്നിരുന്നു. മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, ശേഷം പ്രവർത്തിക്കുകയുണ്ടായി. कहते हैं कि मैं मजहबन അദ്ദേഹം എന്നെ ജുമ നമസ്കരിപ്പിക്കുന്നത് കണ്ടു. അവർ പറയുന്നു, लेकिन यहाँ आकर मैंने महसूस किया है कि मेरी ഞാനൊരു കത്തോലിക്കക്കാരനാണ്, ചർച്ചിൽ പോകാറുമുണ്ട്. मस्जिद आकर എന്നാൽ ഇവിടെ വന്ന് എനിക്ക് അനുഭവപ്പെട്ടത് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതായിട്ടാണ്. പള്ളിയിൽ വന്ന് എനിക്കൊരു മാനസിക സുഖം അനുഭവപ്പെടുന്നു. ചർച്ചിൽ ഇതുവരെ എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഖലീഫത്തുൽ മസീനെ നമസ്കരിപ്പിക്കുന്നത് കണ്ടതു മുതൽ ഇവിടെ എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചിരിക്കുന്നു. എനിക്കിവിടെ ദൈവത്തെ ലഭിച്ചിരിക്കുകയാണ്. कहते हैं मुझे नमाज तो नहीं ഞാൻ ഖലീഫയുടെ കൂടെ സുജൂദ് ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്തു. और सजदे में जाके मैंने അദ്ദേഹം നമ്മുടെ പിന്നിൽ നമസ്കരിക്കുകയും ചെയ്തിരുന്നു. പറയുന്നു, എനിക്ക് നമസ്കരിക്കാൻ അറിയില്ല, പക്ഷെ എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു. സുജൂദിൽ ചെന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ये जो एक बहुत बड़ा जरिया है तबलीग का പ്രസ് മുഖേനയും देने का, इसके लिए भी काफी काम हुआ. ഇസ്ലാമിന്റെ തബ്ലീഗിനോട് വലിയ മാധ്യമമാണിത്. സന്ദേശം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുകയുണ്ടായി. इसमें मुझे खुतबा देते हुए दिखाया गया. അവരുടെ ഒരു TG4 ഉണ്ട്, അതിൽ വാർത്ത വന്നു. को देखने वाले पूरे मुल्क का चैनल है और एक अंदाजे के मुताबिक അതിൽ എന്നെ ഖുത്ബ കൊടുക്കുന്നതായി കാണിച്ചു. ഇത് മൊത്തം രാജ്യത്തിന്റെ ചാനലാണ്. ഏകദേശം 5 മില്യൺ ആളുകൾ ഇത് കാണാറുണ്ടെന്നാണ് കണക്ക്. फिर RT रेडियो चैनल ഒരു ജനസമൂഹം മുഴുവനും ഇത് കാണാറുണ്ട് എന്ന് വേണം പറയാൻ. भी तो यहाँ भी പിന്നെ RT റേഡിയോ ചാനൽ पे भी आता है, ഇവിടെയും चैनल आता है, लेकिन रेडियो സ്കൈപ്പിലൂടെ വരാറുണ്ട്. इनकी सुनने वालों की तादाद भी 1 मिलियन. അത് TV ആണെങ്കിലും इन्होंने जुमा भी रिकॉर्ड किया था कुछ और उस जुमे के बाद फिर मेरा इंटरव्यू
റേഡിയോ ചാനൽ കേൾക്കുന്ന 1 മില്യൺ ആളുകളാണ്. അവർ ജുമാക്കായിട്ട് ചിലത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. ജുമാക്ക് ശേഷം എന്നെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. എഡിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ അത് അവർ അതേപടി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. RT1 പ്രതിനിധികൾ എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിലവർ ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു. താങ്കളുടെ മുദ്രാവാക്യം എല്ലാവരുടെയും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നതാണല്ലോ. മുസ്ലിം ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങേ അലോസരപ്പെടുത്താറില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ആരുടെയും അവകാശങ്ങൾ പിടിച്ചെടുക്കരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരുടെയും അവകാശങ്ങൾ ധ്വംസിക്കരുത്, ആരെയും ആക്രമിക്കരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെയാണ് പിൻപറ്റുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഈ മുദ്രാവാക്യം. അള്ളാഹു ഏകനാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനാണെന്നുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, എല്ലാ ലോകങ്ങളുടെയും റബ്ബാണ്, എല്ലാവരെയും പരിപാലിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറഞ്ഞു, അങ്ങ് റഹ്മത്തുൽ ആലമീനാണ്. രക്ഷിതാവും പരിപാലകനുമായ റബ്ബ് ഒന്നേ ഉള്ളുവെങ്കിൽ, എല്ലാ ലോകത്തിനും റഹ്മത്തായി ഒരു നബിയുമാണെങ്കിൽ, ഇസ്ലാമിക അധ്യാപനങ്ങളിൽ എവിടെയും അവകാശ ദംശനങ്ങളെ പറ്റി പറയുക എന്നത് എങ്ങനെ സാധ്യമാകാനാണ്? അതിനാൽ ഇതെല്ലാം കളവുകളാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനമാണിത്. എന്തായാലും അദ്ദേഹം ഒരുപാട് പ്രഭാവിതനാവുകയുണ്ടായി. പിന്നെ ഒരുപാട് താലിബാനെ പറ്റിയും ഐസിസിനെ പറ്റിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവർ ചോദിച്ചു, ലോകത്തെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, ലോകം ഇന്ന് എന്തൊരു വേഗതയിലാണോ ഫസാദുകൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ മാത്രമല്ല, യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ വൃത്തം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമയും സഹനവും പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ, സമാധാന സംസ്ഥാപനത്തിന് ശരിയായ നിലയിൽ ശ്രമിക്കുന്നില്ലെങ്കിൽ വലിയൊരു നാശമായിരിക്കും വരിക. അത് നിയന്ത്രിക്കാൻ പിന്നെ പ്രയാസകരമായി തീരുന്നതാണ്. ആ നാശം ലോകമഹായുദ്ധമാണ്. ഇതിനെപ്പറ്റിയും അദ്ദേഹം തന്റെ വാർത്തയിൽ പരാമർശിക്കുകയുണ്ടായി. അയർലൻഡ് ജമാഅത്ത് സദർ, മൊബൈലിക് ഇൻചാർജ്, അവിടെയൊക്കെ ഇന്റർവ്യൂ അദ്ദേഹം എടുക്കുകയുണ്ടായി. പിന്നെ ഗാൽവേഹിം റേഡിയോ ആണ്, ഇതും പരിപാടി സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിലെ പ്രേക്ഷകരുടെ എണ്ണം 1,35,000 പിന്നെ അയർലൻഡിൽ നാഷണൽ പത്രം ഐറിഷ് ടൈംസ് സെപ്റ്റംബർ 29 വാർത്ത കൊടുത്തു. ഏകദേശം 3/4 പേജോളം വാർത്ത ഉണ്ടായിരുന്നു. ഫോട്ടോയോടുകൂടി പള്ളിയുടെയും അതുപോലെ തന്നെ എന്റെയും ഫോട്ടോ കൊടുത്തിരുന്നു. പിന്നെ അവർ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഇന്റർവ്യൂയുടെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകളും അവർ വിവരിച്ചു. ഈ പത്രത്തിന്റെ വായനക്കാർ 1,81,000 പേരാണ്. ഇന്റർനെറ്റിൽ ഇത് 4,84,000 പേർ വായിക്കുന്നുണ്ട്. എന്തായാലും ഇവർ ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്താണ് വ്യത്യാസം, എന്തിനാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നിലകൊള്ളുന്നത്, നിങ്ങൾ മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് അവർ ചോദിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, എല്ലാ വ്യത്യാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ഒരു കാലം വരും, ആ കാലത്ത് വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം അവതരിക്കുന്നതായിരിക്കും. മുസ്ലിങ്ങളുടെ പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകളുണ്ടായിരിക്കുമെങ്കിലും എന്നാൽ ഹിദായത്ത് അതിലുണ്ടായിരിക്കുകയില്ല. ഈ അധ്യാപനങ്ങളൊക്കെ ഹദീസുകൾ പ്രകാരം ഞാൻ അവരോട് പറഞ്ഞു. ഞാനൊരു കാര്യം കൂടി അവരോട് പറഞ്ഞു, ഇത് മാത്രമല്ല, ഒരാൾ വന്നു, അദ്ദേഹം റിഫോമർ ആണ് എന്ന് വാദിച്ചു എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇക്കാര്യം. അള്ളാഹു അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സൂര്യചന്ദ്രഗ്രഹണങ്ങളാണ്.
ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയുകയുണ്ടായി. ये सारी बातें उनको बताई जिन्होंने नोट भी की थी कुछ। അവർ ചിലത് കുറിച്ചെടുക്കുകയും ചിലത് അവർ പറയുകയും ചെയ്തു. അതുപോലെ इसी तरह പള്ളികളുടെ സ്വാതന്ത്ര്യം, അവരുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. എന്തായാലും മൊത്തത്തിൽ मजमूई तौर पर മീഡിയ എല്ലാ വിധത്തിലും हर लिहाज से रेडियो ने भी TV, പത്രങ്ങൾ തുടങ്ങിയവയും വാർത്തകൾ നൽകുകയുണ്ടായി. और पूरे मुल्क में ये രാജ്യം മുഴുവനും ഈ വാർത്ത നല്ലവണ്ണം പ്രചരിക്കുകയുണ്ടായി. इस्लाम का ജമാഅത്തിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും പരിചയപ്പെടുത്താൻ സാധിച്ചു. बस जहाँ നാം പള്ളികൾ നിർമ്മിക്കുന്നിടത്ത് അള്ളാഹുവിൽ നിന്ന് ताला की तरफ से ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം പ്രചരിപ്പിക്കാനുള്ള आने का അസാധാരണമായ സൗകര്യങ്ങൾ സംജാതമായി കൊണ്ടിരിക്കുന്നു. अल्लाह ताला की ताईद ज़ाहिर होती है, അള്ളാഹുവിന്റെ സഹായം വെളിപ്പെടുമാറാകുന്നു. एहसान है। എന്റെ പര്യടനങ്ങളെയും അസാധാരണമാംവിധം അനുഗ്രഹപൂർണമാക്കുന്നുവെന്നതും അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. ഈ ബർക്കാത്തുകളും तो ताईदाद और സഹായങ്ങളും തബ്ലീഗിനും പരിചയപ്പെടുത്താനുമുള്ള പുതിയ മാർഗങ്ങളുമെല്ലാം അള്ളാഹു ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ചുള്ളതാണ്. इस्लाम से किया है। നമ്മുടേതൊക്കെ വളരെ നിസ്സാരമായ ശ്രമങ്ങളാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. ഇതുമൂലം ഓരോ അഹമ്മദിയും വിശ്വാസത്തിലും സ്ഥിരചിത്തതയിലും കരുത്തരാകുന്നു. അങ്ങനെ ആവേണ്ടതുമാണ്. होना चाहिए। ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, कहते हैं कि ताज्जुब है സത്യത്തെ പ്രകാശമയമാക്കാനും हक के चमकाने നമ്മുടെ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനുമായി എത്രമാത്രം ഊന്നൽ നൽകുന്നുവെന്നാൽ जोर दे रहा എന്നിട്ടും ജനങ്ങളുടെ കണ്ണു തുറക്കുന്നില്ല എന്നത് എത്രയും ആശ്ചര്യകരമാണ്. है। एक आदतुल्लाह അസ്മ സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, ഇതും അള്ളാഹുവിന്റെ രീതിയാണ്. നിഷേധികളുടെ നിഷേധത്തെ അള്ളാഹുവിന്റെ അടയാളങ്ങൾ ആകർഷിക്കുന്നു. പറയുന്നു, ഒരു എതിരാളി ഒരിക്കലും എനിക്ക് കത്തെഴുതി, दफा मुझे खत लिखा, താങ്കളുടെ എതിർപ്പിൽ ജനങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാൽ ഒരു കാര്യത്തിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടുന്നില്ല. അതായത് ഈ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും താങ്കൾ എല്ലാ തലത്തിലും വിജയശ്രീലാജനായി കൊണ്ടിരിക്കുകയാണ്. बाद में कामयाब ही होते जाते हैं। ഇതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. मुखालफत करते हैं और എതിർക്കുന്നത് ഞങ്ങളും വിജയം താങ്കൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം തന്നെയാണ് ഇന്നും ഇക്കൂട്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ അത് മസീമു സ്വലാത്തു വസ്സലാമിനോടൊപ്പമാണ്. അത് അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നാമം മാത്ര ഉലമാക്കൾ ഇവിടെ ബുദ്ധിയെ മറച്ചിരിക്കുകയാണ്. डाले हैं कि रोशनी की बजाय തൽഫലമായി അവർ വെളിച്ചം അന്വേഷിക്കുന്നതിന് പകരം ഇരുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കോപം വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർ. तवज्जो नहीं। എന്നിട്ടും അവർ ശ്രദ്ധിക്കുന്നില്ല. പ്രകൃതി ദുരന്തങ്ങൾ, ഈ കാലത്തിന്റെ ദയനീയാവസ്ഥ, കൊല്ലും കൊലയും, ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? कि सोचें कि ये हम पर क्या हो रहा है, നാം ഇസ്ലാമിക അധ്യാപനങ്ങളിൽ തന്നെയാണോ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? क्या അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നാം അവകാശിയായി തീരുന്നുണ്ടോ? अपनी इन हरकत से നാം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുഖേന ലോകത്തെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുകയാണോ അതോ ഇസ്ലാമിനോട് വിദ്വേഷം ജനിപ്പിക്കാൻ കാരണമാവുകയാണ്? എന്തായാലും बहरहाल ഈ നാമമാത്ര പണ്ഡിതരിൽ നിന്നും नेहाद उलमा സ്വാർത്ഥമതികളായ നേതാക്കളുടെ ये मुसलमान निकल ഈ കെണിയിൽ നിന്നും മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളിൽ അമൽ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമായി തീരട്ടെ. ഈ ലക്ഷ്യത്തിനായി അള്ളാഹു അയച്ച ഇമാമിനെയും അവർ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ അവർ ഷഹീദാക്കുന്നു. एक शहीद होता है, എന്നാൽ നമ്മെ ഷഹീദാക്കുന്നത് കൊണ്ട് इसके नतीजे में അവർക്ക് തൃപ്തി ലഭിക്കുന്നുണ്ടോ? उनके सैकड़ों അവിടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആഴ്ചകൾ തോറും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. पाकिस्तान में देख लें, फसाद है, हर तरफ बेचैनी, പാകിസ്ഥാനിൽ നോക്കൂ നിങ്ങൾ, ഫസാദാണ്, എല്ലായിടത്തും അസ്വസ്ഥതയാണ്. എന്തായാലും അള്ളാഹു നമുക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും മനോഹരമായും നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. अता करने वाले हों। ഇന്നും ഞാൻ आज भी ഒരു ഷഹീദിന്റെ ജനാസ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ മീർപൂർ ഖാസിലാണ് ഷഹീദാക്കിയത്. और വേറെ 2 ജനാസകളുമുണ്ട്. ഒന്ന് ജനാസ ഹാസിറാണ്. हाजिर है पहले അതോടൊപ്പം തന്നെ മറ്റ് ജനാസകളും ഉണ്ടാകും. ഡോക്ടർ റുബീന കരീബ സാഹിബയുടെ, അത് ഡോക്ടർ അബ്ദുൽ മൊയിൻ സാഹിബ് ഫയർലൻഡ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. 27 സെപ്റ്റംബർ 27 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। मुकर्रम कुरैशी
മുഹമ്മദ് കരീം ഖുറൈഷി സാഹിബ് റാവൽപിണ്ടിയുടെ മകളായിരുന്നു. മസീമദ് സ്വലാത്തു വസ്സലാമിന്റെ സഹാബി മുഹമ്മദ് അമീൻ സാഹിബിന്റെ പൗത്രിയായിരുന്നു. 2000 വിവാഹം കഴിഞ്ഞ് അയർലൻഡിലെത്തി. അയർലൻഡിൽ ഒരു സുദീർഘകാലം ലജനയുടെ ജനറൽ സെക്രട്ടറിമാർ എന്നീ നിലകളിൽ സേവനം ചെയ്യാൻ സാധിച്ചു. അതുപോലെ 2009 മരണം വരെ ഈസ്റ്റേഞ്ചിൽ ലജന നായിബ് സദറായി സേവനമനുഷ്ഠിച്ചു. ജുമാക്ക് സെന്റർ ഇല്ലാതിരുന്നപ്പോൾ ഇവരുടെ വീട്ടിലാണ് ജുമാക്കുള്ള ഏർപ്പാട് ചെയ്തിരുന്നത്. അതിഥി സൽക്കാരം നല്ല രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. പ്രാർത്ഥനാ നിരതയായിരുന്നു. സൽസ്വഭാവിയും എല്ലാവരോടും നല്ല രീതിയിൽ വർത്തിക്കുന്നവരായിരുന്നു. നന്നായി ആതിഥ്യം അരുളുന്നവരായിരുന്നു. പാവങ്ങളെ സഹായിക്കുന്നവരായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരുന്നു. ക്ഷമിക്കുന്നവരും നന്ദി കാണിക്കുന്നവരും ചന്ത കൃത്യമായി കൊടുക്കുന്നവരും സാമ്പത്തിക ത്യാഗത്തിൽ മുന്നേറുന്നവരും ആത്മാർത്ഥതയുള്ളവരും നന്മകൾ പ്രവർത്തിക്കുന്നവരായിരുന്നു. കുറച്ചു കാലമായി രോഗിയായിരുന്നു. ക്യാൻസർ ഉണ്ടായിരുന്നു ഇവർക്ക്. എന്നിരുന്നാലും വളരെ ക്ഷമയോടെ ഈ രോഗാവസ്ഥയെ അവർ കഴിച്ചുകൂട്ടി. നന്ദി കേണ്ട ഒരു വാക്കുപോലും അവരുടെ നാവിൽ നിന്ന് വന്നിരുന്നില്ല. വളരെ ധൈര്യത്തോടെ എന്നെ കാണാൻ വന്നിരുന്നു. ഇവർക്ക് ചെറിയ മക്കളുണ്ട്. ഈ അന്തരീക്ഷത്തിൽ എന്റെ മക്കൾ ചീത്തയാകരുതെന്ന ആശങ്കയായിരുന്നു അവർക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കുട്ടികളെ അള്ളാഹു സദാ തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. രോഗം കാരണം പള്ളി ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചിരുന്നില്ല ഇവർക്ക്. ശനിയാഴ്ചയാണ് അവർ തന്റെ മൗലയുടെ അടുക്കൽ ഹാജരായത്, അതായത് വഫാത്തായത്. ഞാൻ പറഞ്ഞതുപോലെ ഭർത്താവ് 2 മക്കളുമുണ്ട്. 2 മക്കളും വഖഫിനവാണ്. ഞാൻ പറഞ്ഞ ഷഹീദ് മുബഷിർ അഹമ്മദ് സാഹിബ് ഖോസയാണ്. മുഹമ്മദ് ജലീൽ സാഹിബ് ഓഫ് സാറ്റലൈറ്റ് ടൗൺ മീർപുർ ഖാസിന്റെ മകനാണ്. സെപ്റ്റംബർ 22 7:30 മണിക്ക് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിൽ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ അജ്ഞാതരായ ആളുകൾ വെടിവെച്ച് ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് ഡോക്ടർ മുബഷിർ സാഹിബ് മാലിക് കാലൂനി മീർപുർ ഖാസിലുള്ള ക്ലിനിക്കിൽ സാധാരണ പോലെ രോഗികളെ ചെക്ക് ചെയ്യുകയായിരുന്നു. സ്ത്രീകളെ ചെക്ക് ചെയ്തതിനു ശേഷം പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കസേരയിൽ ഇരിക്കാൻ പോകുന്നതേയുള്ളൂ. അജ്ഞാതരായ ആളുകൾ മോട്ടോർ സൈക്കിൾ വരികയും അവരിൽ ഒരുത്തൻ ക്ലിനിക്കിൽ വന്നുകൊണ്ട് മുബഷിർ സാഹിബിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. വെടിവെച്ചതിന്റെ ഫലമായി 6 ബുള്ളറ്റുകൾ ഷഹീദ് സാഹിബിന്റെ ശിരസിലും നെഞ്ചിലും തുളച്ചു കയറി അവിടെ വെച്ച് തന്നെ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഡോക്ടർ സാഹിബിന്റെ കുടുംബം ബന്ധപ്പെട്ട് കിടക്കുന്നത് ബറാഗാസി ഖാനിലാണ്. 1954 ഇദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ജലാൽ സാഹിബ് നൂർനഗറിൽ ഷിഫ്റ്റായി. മർഹൂമിന്റെ കുടുംബം അഹമ്മദത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ജലാൽ സാഹിബ് മുഖേന 1954 അതായത് അതിൽ ഖലീഫത്തുൽ മസീഹ് സാനിഉല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലാണ് ബയ്യത്ത് ചെയ്തത്. ഡോക്ടർ സാഹിബ് ഷഹീദിന്റെ പിതാവ് അഹമ്മദിയായപ്പോൾ ബേരക്കാർ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അദ്ദേഹത്തിന് ഗുലാം റസൂൽ സാഹിബ് ഓഫ് അഹമ്മദാബാദ് ആണ് അദ്ദേഹത്തിന് അഭിനന്ദനം നൽകിയത്. കഠിനാധ്വാനിയും ആത്മാർത്ഥയുമുള്ള മനുഷ്യനായിരുന്നതിനാൽ തന്റെ മകൾ മറിയം സിദ്ദീഖ സാഹിബയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹശേഷം മുഹമ്മദ് ജലാൽ സാഹിബ് കുമിളിയിലേക്ക് പോയി അവിടെ ഒരു പൊടിമില്ല് തുടങ്ങി. 1974 ശത്രുക്കൾ ഇദ്ദേഹത്തിന്റെ മില്ലിന് തീ കൊളുത്തുകയുണ്ടായി. വീട്ടിലെ സാധനങ്ങൾ കൊള്ളയടിക്കുകയും വീട് കല്ലെറിയുകയും ചെയ്തു. എന്തായാലും ഇദ്ദേഹത്തിന്റെ പിതാവും അതായത് ഷഹീദിന്റെ പിതാവും ഒരുപാട് ക്ലേശങ്ങൾ കണ്ടവരാണ്. 1967 കുമിളിയിലാണ് ജനിച്ചത്. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത് ഉമ്മർകോട്ടിലാണ്. അതിനുശേഷം തന്റെ മാതാമഹിയുടെ അടുത്ത് കറാച്ചിയിൽ പോയി. ശേഷം FA പാസ്സായി. ശേഷം BHMS കോഴ്സ് ഡിസ്പെൻസറിയുടെ കോഴ്സ് ചെയ്തു. വിവാഹത്തിന് ശേഷം 1995 കുട്ടികളുടെ താലീം കണക്കിലെടുത്തുകൊണ്ട് മീർപുർ ഖാസിലേക്ക് ഷിഫ്റ്റായി. കുറച്ചു കാലത്തിന് ശേഷം ക്ലിനിക് ആരംഭിച്ചു. ഷഹീദ് മർഹൂമിന്റെ കൈകളിൽ അള്ളാഹു ഷിഫ നൽകിയിരുന്നു. ആ പ്രദേശത്തെ പല വീടുകളിലും ഹോമിയോപ്പതി ഡോക്ടറായി പ്രവർത്തിച്ചു. ചികിത്സ നടത്താറുണ്ടായിരുന്നു.
ഇദ്ദേഹം അഹമ്മദിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. होने का इल्म था। എന്നിട്ടും ആരും ഒന്നും എതിർത്തിരുന്നില്ല. ഇതുവരെ എന്നാൽ ക്ലിനിക്കിനോട് അനുബന്ധിച്ച് ഒരു അനഹമ്മദി പള്ളിയുമുണ്ട്. ആ പള്ളിയിലെ ഇമാമ് പോലും इमाम मस्जिद ने भी कभी ജമാഅത്തിന് എതിരെ സംസാരിച്ചിട്ടില്ല. जमात के खिलाफ कोई बात नहीं, കാരണം बल्कि डॉक्टर साहब से इनका अच्छा ഡോക്ടർ സാഹിബിനോട് അദ്ദേഹം നല്ല രീതിയിലാണ് വർത്തിച്ചത്. മാന്യതയുള്ള മൗലവിമാരുമുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത്തരക്കാർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഷഹീദ് മർഹൂബ് ഷഹാദത്തിന്റെ സമയത്ത് സെക്രട്ടറി തർബിയത്ത് നമൂബായിനായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇതുകൂടാതെ ഡോക്ടർ സാഹിബ് ശാഖാ സംഘടനപരമായും ജമാഅത്തിപരമായുമുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ മന്നാൻ സിദ്ദീഖ് ഷഹീദിന്റെ ഇമാരത്തിന്റെ കാലത്ത് ജില്ലാ ആമിലയുടെ മെമ്പറായിരുന്നു ഇദ്ദേഹം. वाइन आते उनके खाने का इंतजाम करते, उनके पास किराया ना होता, നോമുബായിൻ ആര് വന്നാലും ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യുമായിരുന്നു. ചെലവിനുള്ള പൈസ ഇല്ല എങ്കിൽ സ്വന്തം കീശയിൽ നിന്ന് പൈസ കൊടുക്കുമായിരുന്നു. ഖിദ്മത്ത് ഹൽക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. ഒരു ഭൂകമ്പം വന്നപ്പോൾ മെഡിക്കൽ ടീമിനോടൊപ്പം അവിടെ വരികയും സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ എന്തായാലും കുർബാനയുടെ കാര്യത്തിൽ അദ്ദേഹം മുൻനിരയിലായിരുന്നു. അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. തന്റെ സ്നേഹിതരെയും ജമാഅത്തിലെ ഉദ്യോഗസ്ഥരെയും तबीयत के मालिक थे। അവർക്കെല്ലാവർക്കും ദാവത്ത് നൽകാറുണ്ടായിരുന്നു. വളരെ ലളിതമായ പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഖിലാഫത്തുമായി അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. ഇതാഅത്ത് ചെയ്യാനുള്ള സാധാരണമായ ആവേശമായിരുന്നു. നമസ്കാരം ജമാഅത്തെ നമസ്കരിക്കാറുണ്ടായിരുന്നു. നഫൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. സലാത്തും ചെല്ലാറുണ്ടായിരുന്നു. എപ്പോഴും മൃദുവായിട്ടാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. വിട്ടുവീഴ്ചയോടെ പ്രവർത്തിക്കാറുണ്ടായിരുന്നു. ഉന്നത സ്വഭാവ ഗുണത്തിന് ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. വളരെ പ്രഭാവം ചെലുത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. 47 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മൂസിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സെക്രട്ടറി വസിയത്ത് പറയുന്നു, ഡോക്ടർ സാഹിബ് ചന്ത നൽകുന്നതിന് വളരെ സജീവമായിരുന്നു. എപ്പോഴും തന്റെ ബജറ്റിൽ അധികമായി സമയത്തിന് തന്നെ കൊടുത്തിരുന്നു. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 ആൺമക്കളുമുണ്ട്. जरूर शीफ की मैंने बात की, ഇദ്ദേഹത്തിന് इनको पान खाने की आदत थी। പാൻ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. आदत इसलिए तर्क कर दी कि जब हर वक्त ज्यादा व्यर्थ करना हो, जरूर शीफ पढ़ना हो, എന്നാൽ കൂടുതൽ നേരം സലാത്ത് ചെല്ലുന്നതിന് പാനിന്റെ ഈ ശീലം തടസ്സം നിൽക്കുമെന്ന കാരണത്താൽ അദ്ദേഹം അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഇളയ അനുജൻ ബിലാൽ ഷഹാദത്തിന് ഏതാനും ദിവസം മുമ്പ് തന്റെ സഹോദരൻ വീടിന്റെ മുകൾ വശത്ത് मुकरम ഡോക്ടർ അബ്ദുൽ മന്നാൻ സാഹിബ് ഷഹീദും में खड़े हैं और बाकी लोग दूसरी तरफ खड़े അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഭാഗത്ത് നിൽക്കുന്നതായി സ്വപ്നം കണ്ടിരുന്നു. ബാക്കിയുള്ളവർ വേറെ ഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ സാഹിബ് ഷഹീദിന്റെ മാതാവ് സ്വപ്നത്തിൽ കാണുകയുണ്ടായി തന്റെ സഹോദരന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതായി ഇദ്ദേഹത്തെ അവർ കാണുകയുണ്ടായി. ഷഹീദ് മർഹൂമിന് പിതാവ് ജലാൽ അഹമ്മദ് സാഹിബ്, മാതാവ് മറിയം സിദ്ദീഖ സാഹിബ് കൂടാതെ ഭാര്യ മഹ്മൂദ ബീഗം സാഹിബ്, മക്കൾ അസീസ, कराची की, ये कराची में मेडिकल की तालीम भी വദിയ വലോച്ച് അസദുല്ല സാഹിബിന്റെ ഭാര്യയാണ്. 21 साल, ये भी हैदराबाद मेडिकल कॉलेज में तालीम, ഷഹീദ് മർഹൂമിന് പിതാവ് ജലാൽ അഹമ്മദ് സാഹിബ്, മാതാവ് മറിയം സിദ്ദീഖ് സാഹിബ കൂടാതെ एक बेटा है एफएससी ഭാര്യ മഹ്മൂദ് ബീഗം സാഹിബ, आगे मजीद एंट्री टेस्ट की तैयारी, മണ്ട മക്കളായ അസീസ വദീന വലോച്ച് സാഹിബ, അവർ അബ്ദുല്ല റഹീം സാഹിബിന്റെ ഭാര്യയാണ്. ഇവർ കറാച്ചിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അസീസ നാജിഹ നിഗാർ 21 വയസ്സ്, ഇവരും बच्चों का हामी ഹൈദരാബാദ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. अपने बच्चों ആൺമക്കളുണ്ട്. अल्लाह ताला उनको पूरा फरमाए। 18 വയസ്സ് മകനാണ്. FS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻട്രി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. उनके बारे 15 വയസ്സുള്ള ഒരു മകനും കൂടിയുണ്ട്. അള്ളാഹു മർഹൂം ഷഹീദിന്റെ ദർജകളെ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. में रूह खास से है, वहाँ हमारा घर मुकरम കുട്ടികൾ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. है, തന്റെ മക്കളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനുള്ള പ്രതീക്ഷകൾ അള്ളാഹു പൂർത്തി കൊടുക്കുമാറാകട്ടെ. मौका मिला इस वजह से, बहुत खुश मिजाज शख्सियत के മുബഷിർ സാഹിബ് ഷഹീദിനെ പറ്റി मुस्कुराकर बात അതാൽ വാഹിദ് ബാജ്വ സാഹിബ്, बैठे होते, फौरन उसका हिस्सा അദ്ദേഹം ജാമിയ റബ്ബയിൽ ഉസ്താദാണ്. അദ്ദേഹം പറയുന്നു, ഞാനും മീർപുർ ഖാസിൽ നിന്നാണ്. महफिल को किश्ते इजाफा, എന്റെ വീട് ഡോക്ടർ സാഹിബിന്റെ വീടിനടുത്താണ്. तमाम वाक़ई जिंदगी ഡോക്ടർ സാഹിബിനെ വളരെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സൽപ്രകൃതക്കാരനും നല്ല വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു അദ്ദേഹം. എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. ഏതെങ്കിലും സദസ്സിൽ ഇരുന്നാൽ ആ സദസ്സിന്റെ ഭാഗവക്കായി മാറുമായിരുന്നു അദ്ദേഹം. തന്റെ രസകരമായ സംഭാഷണ ശൈലിയിലൂടെ അദ്ദേഹം സദസ്സിനെ കയ്യിലെടുക്കുമായിരുന്നു. एहतराम करते कि मुझे इस पर എല്ലാ വഖഫ് ജിന്ദഗികളുമായും പ്രത്യേകിച്ച് മുബല്ലിങ്ങളുമായിട്ട്
വളരെ ബഹുമാനത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പറയുന്നു, സമ്മർ വെക്കേഷനിൽ ഞാൻ മീർപുർ ഖാസിൽ പോകുമ്പോഴൊക്കെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. ഒരു വഖഫ് ജിന്ദഗി എന്ന നിലയിൽ വളരെ വിനയത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. എന്നാൽ അദ്ദേഹം പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്ന ആളായിരുന്നു. പക്ഷേ മുബല്ലിഗായതിനാൽ എത്രമാത്രം എന്നെ ബഹുമാനിച്ചിരുന്നുവെന്നാൽ എനിക്ക് ലജ്ജ തോന്നുമായിരുന്നു. മുഖത്തൊരിക്കലും കോപമോ സങ്കുചിത്തോ പാപമോ ഒരിക്കലും കാണാൻ സാധിച്ചിരുന്നില്ല. എപ്പോഴും പുഞ്ചിരിച്ചിരുന്നു. എല്ലാവരോടും അങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. ആ പ്രദേശത്തെ ജനങ്ങൾ തന്നെയും ആശ്ചര്യത്തിലാണ്. എന്തിനാണ് ഇദ്ദേഹത്തെ ഷഹീദാക്കിയത് എന്നാണ് അവർ ആശ്ചര്യപ്പെടുന്നത്. അനുകമ്പയുള്ള മനുഷ്യനായിരുന്നു. മാനവ സേവനത്തിനായി ആവേശം കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇക്കാര്യം അദ്ദേഹം ഷഹീദായ സമയത്തും അവിടുത്തെ ജനങ്ങൾ പരസ്യമായി അംഗീകരിച്ചിരുന്നു. പറയുന്നു, കുട്ടികളിലും നല്ല ധൈര്യമുണ്ട്. ഞാൻ മകനെ എന്റെ ദുഃഖം അറിയിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് നിയന്ത്രിക്കാനാവാതെ അവൻ കരഞ്ഞു പോകുമെന്നാണ്. എന്നാൽ അവൻ തീരെ കരഞ്ഞില്ല. എന്നോട് പറഞ്ഞു, മൊറബി സാഹിബ്, മീർപുർ ഖാസിൽ നിന്ന് 2 ഷഹാദത്തുകളുണ്ടായി എന്ന് അവൻ പറഞ്ഞു. ലജനായി മാലയുടെ മുൻ പ്രസിഡന്റ് പറയുന്നു, ഷഹാദത്തിന്റെ അവസരത്തിൽ അനാഹ്മദികൾ അനുശോചനത്തിന് എത്തിയിരുന്നു. 2 അഹമ്മദിയ സ്ത്രീകളും എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് നിന്നിരുന്ന സ്ഥലത്തുള്ളവരായിരുന്നു ഇവർ. അവർ പറയുന്നു, ഞങ്ങളും ഡോക്ടർ സാഹിബിൽ നിന്ന് മരുന്ന് വാങ്ങാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ദരിദ്രയായ സ്ത്രീ ഡോക്ടർ സാഹിബിന്റെ അടുക്കൽ വന്ന് മരുന്ന് വാങ്ങാൻ ചെന്നു. അദ്ദേഹം അവർക്ക് മരുന്ന് നൽകി. കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അവരോട് പറഞ്ഞു. ആ സ്ത്രീ ശരിയെന്ന് പറഞ്ഞുവെങ്കിലും അവിടെ ആ വാക്കുകളിൽ നിന്നും അവർ ദരിദ്രരായതുകൊണ്ട് ഇതൊന്നും അവരെ കൊണ്ടാവില്ല എന്ന ധ്വനി ഉണ്ടായിരുന്നു. ഡോക്ടർ സാഹിബിന് കാര്യം മനസ്സിലായി. ഫീസ് അവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല വേറെ പൈസയും അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതായത് വെച്ചോളൂ, ഇതുകൊണ്ട് ഇന്ന സാധനം വാങ്ങി കഴിക്കണം, അതുപോലെ തന്നെ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്യണം. ആ സ്ത്രീകൾ പറയുന്നു, ജമാഅത്തിലെ മാനവ സേവനത്തിൽ മൂകിയിരിക്കുന്നവരെയാണ് ജമാഅത്തിന്റെ ശത്രുക്കൾ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത്. എന്തായാലും അത് അവരുടെ ചിന്തയാണ്. ഈ അക്രമപരവും മൃഗീയവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഈമാനം ദുർബലപ്പെടുത്താനാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഈമാനിൽ നിലനിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പരിഭ്രമിക്കാനൊന്നുമില്ല. അള്ളാഹു ഒരു ഷഹീദിനു പകരം 1000 അഹമ്മദികൾ നൽകുന്നതാണ്. അള്ളാഹുവിന്റെ രീതി അതാണ്. എന്തായാലും നാം ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് എല്ലാ നിലയിലും സംരക്ഷണം നൽകുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സഹോദരനും എഴുതുന്നു, വളരെ ബുദ്ധിപരമായി കുടുംബത്തിന്റെ കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നു ഇദ്ദേഹം. എല്ലാ കുടുംബക്കാരും ഇദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. തന്റെ സഹോദരന്റെ കാര്യങ്ങൾ നോക്കുക, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഒരു സഹോദരിയുടെ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിന് എന്തോ കാരണത്തിൽ ജയിലിൽ പോകേണ്ടി വന്നിരുന്നു. ആ കുട്ടികളെ വളരെ നന്നായി ശ്രദ്ധിച്ചു. ആ സമയത്ത് നാമുബായിന്റെ സേവനത്തിൽ എപ്പോഴും വ്യാപൃതനായിരുന്നു അദ്ദേഹം. 3ാമത്തെ ജനാസ അൽഹാജ് സിസ്റ്റർ നഈമ ലത്തീഫ് സാഹിബയുടേതാണ്. അവർ അൽഹാജ് ജലാലുദ്ദീൻ ലത്തീഫ് സാഹിബ് സദർ സൈൻ ജമാഅത്ത് നായിബ് സദർ അൻസാറുല്ലയും ആയ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. 2014 സെപ്റ്റംബർ 23 അവർ കുറച്ചുകാലമായി രോഗിയായിരുന്നു. നമസ്കാരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കെ അവർ വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സിസ്റ്റർ നഈമ ലത്തീഫ് 21 മെയ് 1939 ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. അവർ വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ട് അമേരിക്കൻ ആർമിയുടെ മെഡിക്കൽ വിഭാഗത്തിൽ വളണ്ടിയറായി ജോലി ചെയ്തു. യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിച്ചു. സമൂഹത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിയമാനുസൃതമായി ജീവിച്ച സമാധാനകാംക്ഷിയായ സ്ത്രീയായിരുന്നു അവർ. 1974 അഹമ്മദിയത്ത് അവർ സ്വീകരിച്ചു. സ്വന്തമായി പഠനം നടത്തിക്കൊണ്ട് വളരെ വേഗം വിശ്വാസത്തിലും ആത്മാർത്ഥത്തിലും മുന്നേറുകയുണ്ടായി. എത്രത്തോളം എന്നാൽ UK-യിലെ ജൽസ സാലാന 2000 അവസരത്തിൽ ഹദർ ഖലീഫത്തുൽ മസീഹ് റാബിയുമായി മുലാഖാത്ത് നടത്തി. ഹുസൂർ അവരോട് പറഞ്ഞു, താങ്കൾ ജന്മന അഹമ്മദി മുസ്ലിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റർ നഈമ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ജുമാ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല.
ജമാഅത്തിന്റെ പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നവർ. റമദാനിലെ നോമ്പും ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. കൂടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാ ആഴ്ചയും നഫിൽ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. എഴുത്തുകാഫിൽ ഇരിക്കാനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. ഖിദ്മത്തെ ഖൽക്ക് പ്രവർത്തനങ്ങളിൽ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. ദുർബലരായ ജനങ്ങൾക്ക് പള്ളിയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ അവർ സ്ഥിരമായി വാഹനം ഏർപ്പാട് ചെയ്യുമായിരുന്നു. 2002 തന്റെ ഭർത്താവിനോടും ജമാഅത്തിലെ വലിയൊരു സംഘത്തോടൊപ്പം ഹജ്ജ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. തന്റെ മക്കളെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കാൻ സ്കൂളിൽ നിന്നും ലീവ് എടുപ്പിക്കാറുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ സുബൈ നമസ്കാരത്തിന് ശേഷം എല്ലാവരിലും തിലാവത്ത് ചെയ്യുന്ന ശീലം വളർത്തി. മഗ്രിബ് നമസ്കാരം വീട്ടിൽ ജമാഅത്തായി നടക്കുമ്പോൾ അവരുടെ മക്കളോടൊപ്പം ആ മഹലിലെ മറ്റു കുട്ടികളും പങ്കെടുക്കുമായിരുന്നു. സാമ്പത്തിക ത്യാഗങ്ങൾ മുൻപന്തിയിലായിരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് ഗിഫ്റ്റായി എന്ത് ആഭരണം കിട്ടിയാലും പള്ളി നിർമ്മാണത്തിനായി ചന്ത നൽകിയിരുന്നു. ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, താങ്കൾ എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് എല്ലാം ഞാൻ പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. താങ്കൾ എനിക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിന് പകരം ആ പൈസ നേരെ പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് നൽകുകയാണിത് നന്നായിരിക്കും. എത്രമാത്രം ആത്മാർത്ഥ കാണിച്ച സ്ത്രീകളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിലുണ്ട്. വളരെ വിനയാനിതരായ സ്ത്രീയായിരുന്നു. പരദൂഷണത്തെ വളരെയധികം വെറുത്തിരുന്നു. തന്റെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റാരെങ്കിലും പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചാൽ യാതൊരു മടിയുമില്ലാതെ അവർ പറയുമായിരുന്നു, ഞാൻ ആരുടെയും ഇറച്ചി തിന്നാനില്ല എന്ന്. അതുകൊണ്ട് ആർക്കും തന്നെ അവരുടെ സാന്നിധ്യത്തിൽ പരദൂഷണം വരാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഈ ശീലം സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ടായിരുന്നെങ്കിൽ പലതരത്തിലുള്ള കലഹങ്ങളും വിദ്വേഷങ്ങളും ഫസാദുകളും നമ്മുടെ ജമാഅത്തിൽ നിന്നും ഇല്ലാതായേനെ. ഖിലാഫത്തിനോട് വല്ലാത്ത അനുരക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശങ്ങൾക്ക് എല്ലാത്തിനേക്കാളും മുൻഗണന നൽകിയിരുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പർദ്ദയെ സംബന്ധിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പർദ്ദയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രഭാഷണം കേട്ട ഉടനെ ഹിജാബ് വാങ്ങുകയും അക്കാലത്ത് അവിടെ ഇസ്ലാമിക പർദ്ദയിൽ കാണപ്പെട്ട ഏക സ്ത്രീ ഇവരായിരുന്നു. ദുആക്ക് സ്ഥിരം എഴുതാറുണ്ടായിരുന്നു. നല്ല ബന്ധം സ്ഥാപിക്കുന്നവരായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട്, ഞാനുമായി മുലാഖത്ത് ചെയ്തിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായ ബന്ധമായിരുന്നു അവരുടേത്. നാഷണൽ സെക്രട്ടറി വഖഫ് ജദീദായും സദർ ലജ്ന ന്യൂജേഴ്സി ആയും US നാഷണൽ റിസ്ത നാത്തിലും പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഭർത്താവ് ജലാലുദ്ദീൻ സാഹിബ്, 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണുള്ളത്. മക്കളെല്ലാവരും ജമാഅത്തിന്റെ സേവകരും ജമാഅത്തിന്റെ ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരാണ്. കുടുംബം മുഴുവനും അങ്ങേയറ്റം കൂർവച്ചു പുലർത്തുന്നവരാണ്. ജലാൽ സാഹിബ് തന്നെയും സേവനം ചെയ്യുന്നവരാണ്. കുട്ടികളും അങ്ങനെയാണ്. അവരിൽ വെച്ച് മകളാണ് കൂറിലും ആത്മാർത്ഥത്തിലും മുന്നോട്ട് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ ജൽസിൽ വരാറുണ്ട്. അല്ലാഹു മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ, അവരുടെ സ്നേഹത്തോടെ വർത്തിക്കുമാറാകട്ടെ, അവരുടെ ഭർത്താവിനും മക്കൾക്കും ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ, എല്ലായ്പ്പോഴും അവരുടെ ക്ലേശങ്ങൾ നീക്കുമാറാകട്ടെ. जनाजा क्योंकि हाजिर भी है, इसलिए नमाज जुमा के बाद मैं बाहर जाकर नमाज जनाजा पढ़ाऊंगा. अब आप यहीं मस्जिद में ही सफ़े दुरुस्त करके नमाज पढ़ें. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه
يستجب لكم ولذكر الله أكبر.